സാധ്യമായത്ര ഫലസ്തീനികളെ ഇല്ലാതാക്കിക്കൊണ്ട് ഗസാമുനമ്പിനെ പൂർണ്ണമായോ ഭാഗികമായോ വംശീയമായി ശുദ്ധീകരിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് എന്ന് ഞാൻ കണ്ടതും കേട്ടതും ശേഖരിച്ചതുമായ അനവധി തെളിവുകൾ വ്യക്തമാക്കുന്നു. ഗസയിലെ ജനതയ്ക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഈ തെളിവുകൾ തന്നെ ധാരാളമാണ്. ഇസ്രായേലിൻ്റെ അതിഭീകരമായ വംശഹത്യയെക്കുറിച്ച് ഇസ്രായേലി ചരിത്രകാരനും എഴുത്തുകാരനുമായ ലീ മൊർദേചായ് പറഞ്ഞ വാക്കുകളാണിവ. വെറുതെ പറയുക മാത്രമല്ല, കഴിഞ്ഞ വർഷം മുതൽ ഇസ്രായേൽ ഗസയിലെ മനുഷ്യരോട് ചെയ്തിട്ടുള്ള സകല അനീതികളും വ്യക്തമാക്കുന്ന അതിനുള്ള തെളിവുകൾ ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ടും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ബെയറിംഗ് വിറ്റ്നസ് ടു ദ ഇസ്രായേൽ ഗസ വാർ എന്ന പേരിൽ ഹീബ്രു ഭാഷയിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതകൾക്ക് നേരെ പിടിച്ച കണ്ണാടിയാണെന്ന് പറയാം. ജെറുസലേമിലെ ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ലീ മൊർദേചായ്. ദൃക്സാക്ഷി വിവരണങ്ങൾ, വീഡിയോ ഫുട്ടേജുകൾ, കണ്ടെത്തലുകൾ, ലേഖനങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവയുൾപ്പെടെ ആയിരക്കണക്കിന് തെളിവുകൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. റിപ്പോർട്ടിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും പുറത്തു വന്നിട്ടുണ്ട്. വടക്കൻ ഗസയിലെ ഇസ്രായേലി ആക്രമണങ്ങൾ, അമേരിക്കൻ ക്യാമ്പസുകളിലെ പ്രക്ഷോഭം, ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലി പാശ്ചാത്യ മാധ്യമങ്ങളുടെ അജണ്ട തുടങ്ങി നിരവധി വിഷയങ്ങൾ ലീ മൊർദേചായ് റിപ്പോർട്ടിൽ വിശദമായി പരിശോധിക്കുന്നു. കൊല്ലപ്പെട്ട ഗസ നിവാസിയുടെ മൃതദേഹം നായ കടിച്ചു കയറുന്ന ഒരു IDF സൈനികൻ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ, സ്ത്രീ തടവുകാരെ പുരുഷന്മാരുടെ തടവറയിൽ നഗ്നയായി പാർപ്പിച്ചതിൻ്റെ അനുഭവങ്ങൾ, തടവിലാക്കിയ ഡോക്ടർമാരെ ചങ്ങലക്കെട്ട് നായയെപ്പോലെ ഭക്ഷണം കഴിപ്പിച്ചതിൻ്റെ ദൃക്സാക്ഷി വിവരങ്ങൾ തുടങ്ങി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്ന ക്രൂരതകൾ വളരെ വലുതാണ്. ഗസയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള പങ്കും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങൾക്കൊപ്പം US, UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ പാശ്ചാത്യ മാധ്യമങ്ങളും ഈ വംശഹത്യയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ ഭീകരതയ്ക്ക് മാത്രം പ്രാധാന്യം നൽകി ഗസയിൽ നിന്നുള്ള പരിമിതമായ വിവരങ്ങൾ മാത്രം പുറത്തെത്തിച്ച് വിമർശനങ്ങളെ ഇല്ലാതാക്കി ഇസ്രായേൽ ഒരു വിവരപ്രചാരണം തന്നെ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തൽഫലമായി ഇസ്രായേലി മാധ്യമങ്ങളും മറ്റ് പാശ്ചാത്യ മാധ്യമങ്ങളും വംശഹത്യയ്ക്ക് അനുകൂലമായി ഇസ്രായേലിനൊപ്പം നിലകൊണ്ടു. അമേരിക്കയുടെ അചഞ്ചലമായ പിന്തുണ എപ്പോഴും ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നു. വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഫലസ്തീനിലെ ഇസ്രായേൽ ക്രൂരതകളോടുള്ള അമേരിക്കൻ നയം ഒരിക്കലും മാറിയിട്ടില്ല. ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനോടൊപ്പം ഗസ മുനമ്പ് ഇനി ഒരിക്കലും വാസയോഗ്യമായിരിക്കരുതെന്ന് ഇസ്രായേൽ സൈന്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 7 ശേഷമുള്ള ആദ്യ ആഴ്ചയിൽ 6000 ബോംബുകൾ ഇസ്രായേൽ ഗസയിൽ വർഷിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധത്തിൻ്റെ ആദ്യ 3 മാസങ്ങളിൽ ഇസ്രായേൽ മുനമ്പിലെ 10,000-ലധികം കെട്ടിടങ്ങൾ നശിപ്പിച്ചിരുന്നു. അങ്ങനെ ഗസയിലെ ഞെട്ടിക്കുന്ന ഇസ്രായേൽ ക്രൂരതകളുടെ ഇതുവരെയും പുറത്തുവരാത്ത തെളിവുകളും വിവരങ്ങളും ലോകത്തിന് മുൻപിൽ എത്തിക്കുകയാണ് മൊർദേചായുടെ റിപ്പോർട്ട്.